ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ വൈശാഖ മാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈശാഖ മാസാചരണം വിഷ്ണുഭജനത്തിലൂടെ സർവൈശ്വര്യങ്ങളും നേടാം. മെയ് 9 വൈശാഖ മാസാരംഭമാണ്. എങ്ങനെയാണ് വൈശാഖ മാസത്തെ ആചരിക്കേണ്ടത്, എന്തൊക്കെയാണ് വഴിപാടായിട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാസങ്ങളിൽ ഏറ്റവും കേമത്തമായ മാസവും വൈശാഖ മാസം തന്നെയാണ്. മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്നതാണ് വിശ്വാസം. വൈശാഖ മാസത്തെ പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ വർഷം മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് വൈശാഖ പുണ്യകാലം. ഗുരുവായൂർ